പിന്നെ ആക്ഷൻ ഇല്ലാതാകുമ്പോഴാണ്, ഹാർഡാകുമ്പോഴാണ് ഈ ടൈപ്പ് കംപ്ലൈൻറ്റ് വരുന്നത്. ഇത് മാത്രമല്ല, നമ്മൾ ചില വണ്ടികളൊക്കെ സർവീസിന് വരുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. സർവീസിന് കയറ്റാൻ വേണ്ടി നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഗ്യാസ് കംപ്ലീറ്റും ഔട്ടായിട്ട് ഇതുപോലെ ഹാർഡാകാൻ ചാൻസ് കൂടുതലുണ്ട്, വീക്കായ ഷോക്കുള്ള. അപ്പോൾ കസ്റ്റമറും പറയും, എന്താ പറയുക, നമുക്ക് വണ്ടി വരുമ്പോൾ ഒരു കുഴപ്പമില്ല, തിരിച്ച് സർവീസ് കഴിഞ്ഞ് പോകുമ്പോഴാണ് ജമ്പിങ് കൂടി എന്ന് പറഞ്ഞിട്ട് കസ്റ്റമറും പറയും ഇതുവരെ ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട കാര്യം, വീക്കായ ഷോക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഔട്ടായി കഴിഞ്ഞ് ഇതുപോലുള്ള ഹാർഡാകുന്ന പ്രശ്നം ഒട്ടുമിക്ക ഏകദേശം വണ്ടികളിലൊക്കെ കാണാറുണ്ട്. നമ്മൾ സർവീസ് കഴിഞ്ഞ് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ പിന്നെയായിരിക്കും ജമ്പിങ് തുടങ്ങുന്നത്. അത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. വീക്കായ ഷോക്ക് നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ അതിലുള്ള ഗ്യാസ് കാര്യങ്ങൾക്ക്, ഓയിൽ ഷോക്കിന് അങ്ങനെ വലിയ കംപ്ലൈൻറ്റ് വരില്ല, പക്ഷേ ഗ്യാസ് വരുന്ന ഷോക്കിനാണ് കൂടുതലായിട്ട് ഇങ്ങനെ ഒരു ഫോൾട്ട് കാണുന്നത്. മൊത്തത്തിലൊരു റഫാണ് വണ്ടി. അപ്പോൾ എന്തായാലും അതൊന്ന് നമുക്ക് നോക്കിയിട്ടൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. എന്തായാലും നമുക്ക് ഗാരേജിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ദഹിക്കും. അതുപോലെ വെള്ളമൊക്കെ കുടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വയറുവേദന എടുക്കും. അത്രയും കുലുക്കുന്നുണ്ട്, കുളുകുളുന്ന്. എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യാം കൊണ്ടുപോയിട്ട്. ഹലോ ഫ്രണ്ട്സ്, വണ്ടി മാരുതി സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റ് പെട്രോൾ വേരിയൻ്റ് ആണ്. വണ്ടി ഏകദേശം 77,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2013 മോഡൽ വണ്ടിയാണ്. ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് പെഡൽ ഭയങ്കരമായിട്ട് ഹാർഡുണ്ട്, നല്ല ഹാർഡുണ്ട്. ഒന്ന് പ്രഷർ പ്ലേറ്റിൻ്റെ, അല്ലാന്നുണ്ടെങ്കിൽ ക്ലച്ച് കേബിളിൻ്റെ. ഇതിൻ്റെയാണ് കൂടുതലായിട്ടും വരിക. പെട്രോൾ വണ്ടി ആയതുകൊണ്ട് കേബിൾ ടൈപ്പാണ് വരുന്നത്. ഡീസൽ വണ്ടിക്കാണെങ്കിൽ സിലിണ്ടറാണ്. ഡീസൽ വണ്ടിക്കൊക്കെ ക്ലച്ച് ഹാർഡായി കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, അത് പ്രഷർ പ്ലേറ്റിൻ്റെ ഹാർഡ് തന്നെയായിരിക്കും. ഇതിന് 2 ഓപ്ഷൻ വരും. മറ്റേ ഇതിൻ്റെയും വരും, മറ്റേ പ്രഷർ പ്ലേറ്റിൻ്റെയും വരും, അതുപോലെ തന്നെ ക്ലച്ച് കേബിളിൻ്റെയും വരും. അത് മാത്രമല്ല, ഇതിൽ വേറൊരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി കിടന്ന് കുലുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൊടാന്ന് വണ്ടി. ഫ്രണ്ട് ഷോക്കും റിയർ ഷോക്കായാലും നല്ല ജമ്പിങ് ഉണ്ട് വണ്ടി. കണ്ടില്ലേ, ഭയങ്കര കുലുക്കുക. അത്ര വലിയ റഫ് റോഡല്ല എങ്കിലും വണ്ടിക്ക് നല്ല കുലുക്കുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കണം. അതുപോലെ ബാക്കിൽ നിന്നൊരു കിട്ടുകിട്ട് എന്നൊരു സൗണ്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സർവീസ് കഴിഞ്ഞതാണ്, ഓയിൽ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. കമ്പനി തന്നെയാണ് ചെയ്തത്. പക്ഷേ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് പറഞ്ഞ് ക്ലച്ചിൻ്റെയാണ്. ബാക്കി ഫുൾ ചെക്കപ്പ് ചെയ്തിട്ട് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കിയിട്ടാണ് പറയാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ട് എന്തൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടെന്നുള്ളത് നോക്കാം. എന്തായാലും ഷോക്കിൻ്റെ കണ്ടീഷൻ ഇത്തിരി മോശമാണ്. ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലോണം ഫീൽ ആവുന്നുണ്ട്. അതുപോലെ ക്ലച്ചും ബാക്കി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഗാരേജിൽ കൊണ്ടുപോയിട്ട് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ ഈ ജമ്പിങ് വരുന്നത് ഷോക്ക് ഹാർഡായിട്ടാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മളിപ്പോൾ സ്വിഫ്റ്റിൻ്റെ ഗിയർ ബോക്സ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഗിയർ ബോക്സ് ക്ലച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നിന്നിട്ട് തുരുമ്പ് പൊട്ടിച്ചിട്ട് അങ്ങനെ ഒരു ഹാർഡായതാണ്. ക്ലച്ച് പ്ലേറ്റും കംപ്ലീറ്റ് ആയിട്ട് പോയി എന്നിട്ടില്ലേ, ഇൻഡിക്കേഷൻ മാർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തേഞ്ഞ് ഫുള്ളായിട്ട് പോയിരിക്കുകയാണ്. ഒരു ക്ലച്ച് പ്ലേറ്റിൽ ഫുള്ള് തുരുമ്പായിട്ട് ഉണ്ടോ, ഇത്രയും പൊടി അതിനകത്തുണ്ട്. ഫിംഗർ അതുപോലെ നല്ലോണം ഹാർഡായി ഡാമേജ് ആയിട്ടുണ്ട്, റിലീസ് ബെയറിംഗ് ഇരിക്കുന്ന ഭാഗത്ത്. ഇതുകൊണ്ടാണ് നമുക്ക് പെഡലിലേക്ക് അത്രത്തോളം ഹാർഡ്നെസ് നമുക്ക് ഫീൽ ചെയ്തത്. അത് മാത്രമല്ല ക്ലച്ചും കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ ഓയാണെങ്കിൽ CKയുടെ ക്ലച്ചാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ പാർട്സുകൾ അതുപോലെ തന്നെ ഫ്രണ്ടിൽ 2 ഷോക്കും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ടിട്ടുണ്ട്. ഇനി എല്ലാം അതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യണം. നല്ല ക്ലച്ച് ഡിസ്ക് വരുന്നത് എല്ലാം മാരുതിയുടെ ഒറിജിനൽ പാർട്സ് തന്നെയാണ്. അതുപോലെ റിയറിലെ ഷോക്കാണത്. എല്ലാം ഓയിൽ പാർട്സ് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിലെ ഷോക്ക് 2 പിന്നെ സ്റ്റഡ് മൗണ്ട്, അതും ഓയിൽ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ സ്റ്റഡ് കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ മാറ്റുന്നുള്ളൂ. സ്റ്റഡ് കിറ്റിന് വിലയുണ്ട്, നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുന്നുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റഡ് കിറ്റ് വേണം. പിന്നെ വേറെ സസ്പെൻഷൻ ഭാഗത്തൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാം ഓക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഷോക്ക് ഇപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്, മറ്റേ ഷോക്ക് മാറ്റുന്നുള്ളൂ, അഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നേരത്തെ ഇവർ കമ്പനി വരുന്ന ഷോക്ക് തന്നെയാണ് ഇതിനകത്ത് കിടക്കുന്നത്.
ഇതുവരെ മാറ്റിയിട്ടില്ല. ഇതിന് ഗ്യാസോലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ വണ്ടിയുടെ ഷോക്കാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് പെട്രോൾ വണ്ടിയുടെ ഷോക്ക് വരുന്നില്ല. രണ്ട് സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. പക്ഷേങ്കിൽ ഇതിൽ ടെൻഷനിൽ എന്തോ ഒരു ചെറിയൊരു മാറ്റം മാത്രമേ ഇതിനകത്തുള്ളൂ. വെച്ച് കഴിഞ്ഞാൽ ഡീസൽ വണ്ടിക്കാകുമ്പോൾ എഞ്ചിൻ വെയിറ്റ് കൂടുന്നുണ്ട്, ചെറിയൊരു വ്യത്യാസമുള്ള, എനിക്കും കറക്റ്റായിട്ട് വ്യക്തത ഇല്ല ഇതിനകത്ത് അതിനെക്കുറിച്ച്. പക്ഷേങ്കിൽ പെട്രോളിനും ഡീസലും സെപ്പറേറ്റ് ഷോക്കാണ് വരുന്നത്. പക്ഷേ നമ്മുടെ ഗ്യാസോലിൻ എന്ന് പറഞ്ഞ് എഴുതിയ ഷോക്ക് ഇപ്പോൾ നിലവിൽ വരുന്നില്ല. സായിലാണെന്നുണ്ടെങ്കിലും മാരുതിയിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വരുന്നില്ല. ഇപ്പോൾ എല്ലാ വണ്ടിക്കും നമ്മൾ ഇത് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഡീസൽ എന്ന് പറഞ്ഞ് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഡീസൽ, ഗ്യാസോലിൻ, പെട്രോൾ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇത് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് നമ്പറെല്ലാം ഏകദേശം സെയിം തന്നെയാണ്. 602 M, 601 M, അങ്ങനത്തെ ചെറിയൊരു വ്യത്യാസമുള്ളൂ. പിന്നെ കമ്പനി വരുന്ന ഷോക്ക് എന്ന് പറയുന്നത് മോണ്ടോയുടെ ഷോക്കാണ് ഇതിനകത്ത് വരുന്നത്. കേട്ടോ, മോണ്ടോയുടെ ഷോക്ക് തന്നെയാണ് വരുന്നത്. അത് ഒറിജിനൽ തന്നെയാണ്. ഇത് നേരത്തെ കിടക്കുന്നത് മോണ്ടോയുടെ ഷോക്ക് തന്നെയാണ് ഇതിനകത്ത് കിടക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊന്ന് സെറ്റ് ചെയ്യണം ഇതിനകത്ത്. പൊടിച്ചോട് ടൈറ്റ് ആയിരുന്നു. മൗണ്ടുണ്ട്. നമ്മളിപ്പോൾ പുതിയതിൻ്റെയും പഴയതിൻ്റെയും മൗണ്ടിൻ്റെ ഹൈറ്റ് വ്യത്യാസം കണ്ടില്ലേ? ഹൈറ്റ് വ്യത്യാസം പറഞ്ഞാൽ സെയിം തന്നെയാണ്. പക്ഷേങ്കിൽ ഇത് ഓടി ഇരുന്നിട്ടാണ് ഈ കംപ്ലയിൻറ്റ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുഷിൻ്റെ അവിടെ ഇതിപ്പോൾ കറക്റ്റ് സ്റ്റഡി ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇത് നേരെ ഉള്ളിലേക്ക് തള്ളി നിൽക്കും, കണ്ടില്ലേ? ഒരു വി പോലെ നിൽക്കും. അങ്ങനെ ഒരുപാട് സ്റ്റഡ് മൗണ്ട് സൗണ്ട് കിടുകിടുന്ന് പറഞ്ഞാൽ അടിക്കുന്നത്. ഇത്രയും ഹൈറ്റ് വ്യത്യാസമുണ്ട്, കണ്ടില്ലേ? ഏകദേശം ഒരു 3-4 mm ഹൈറ്റ് വ്യത്യാസം അതിനകത്ത് വരും. എന്തായാലും നമുക്ക് സ്റ്റഡ് മൗണ്ടും പുതിയ തന്നെ കയറ്റാം. അത് ഒറിജിനൽ തന്നെയാണ് എടുക്കുന്നത്. ഒറിജിനൽ മൗണ്ടിന് വന്നിട്ട് ഏകദേശം 440 രൂപ 440 രൂപ വരുന്നുണ്ട്. ഉണ്ടോ? 440 രൂപ വരുന്നുണ്ട് മൗണ്ടിന്. നമ്മൾ മാരുതിയിലൊക്കെ എല്ലാ സാധനവും ഏകദേശം ഒട്ടുമിക്ക വണ്ടികളുടെ സാധനങ്ങൾ നമ്മൾ ഓയി തന്നെ ഇടാൻ ശ്രമിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓയിക്ക് വലിയ റേറ്റ് വ്യത്യാസം കൂടുതലായിട്ടോ അങ്ങനെയൊന്നുമില്ല. സാധാരണ നോർമൽ റേറ്റ് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഷോക്കാണെന്നുണ്ടെങ്കിലും മോണ്ടോയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ റേഞ്ച് തന്നെ ഉണ്ടാവുള്ളൂ റേറ്റ്. ഏകദേശം ഇതിപ്പോൾ 1915 രൂപ വരുന്നുണ്ട് ഈ ഷോക്ക്. ഉണ്ടോ? ഏകദേശം ആ റേഞ്ചൊക്കെ തന്നെ മോണ്ടോയിലും വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിപ്പോൾ മാറ്റാം. അതുകൊണ്ട് സ്വിഫ്റ്റിൻ്റെ വർക്ക് ഏകദേശം ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ചെയ്ത് ഫ്രണ്ട് റിയർ ഷോക്ക്, അതിൻ്റെ ഷോക്ക് മൗണ്ടിൻ്റെ ബാരിങ്, അതുപോലെ റിയറിലെ ഷോക്ക് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ബാക്കിലെ 2 ഷോക്ക് പുതിയതാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. കൂടുതലായിട്ട് ബാക്കിലെ ഷോക്കിന് കംപ്ലയിൻറ്റ് വരുന്നത് ഈ ബൂട്ട് കട്ടായിട്ട് പോകുന്നതാണ് കംപ്ലയിൻറ്റ്. ഈ ബൂട്ട് കട്ടായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഷോക്കും ലീക്കാവും. ഈ വണ്ടിയിൽ കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ജമ്പിങ് ആയിരുന്നു വണ്ടി ഒരു കട്ട് റോട്ടിലും അങ്ങനെ നമ്മൾ റഫ് റോട്ടിലൊക്കെ ഓടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബോഡി വൈബ്രേഷൻ പടപടാന്ന് വടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ക്ലച്ച് സെറ്റ് കംപ്ലീറ്റ്, ക്ലച്ച് പ്ലേറ്റ്, പ്രഷർ പ്ലേറ്റ്, അതുപോലെ റിലീസ് ബെയറിങ്, ക്ലച്ചിൻ്റെ മറ്റേ കേബിൾ അത്രയും നമ്മൾ മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഭയങ്കര ഹാർഡായിരുന്നു ക്ലച്ച്, ഇപ്പോൾ അത് പക്ക സ്മൂത്തായിട്ടുണ്ട്. നമ്മൾ ഫ്രീ പ്ലേ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ക സ്മൂത്താണ് ഇപ്പോൾ ചവിട്ടുമ്പോൾ. നമുക്ക് എന്തായാലും ഓടിച്ച് നോക്കാൻ വേണ്ടി നമുക്ക് റമദാൻ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഇപ്പോൾ കാലത്ത് 6 മണി തൊട്ടിട്ട് ഉച്ചയ്ക്ക് 1:30 വരെയാണ് ഡ്യൂട്ടി ടൈം ഇട്ടിരിക്കുന്നത്. നോമ്പുള്ള ആൾക്കാർ കാലത്ത് സുബഹി കഴിഞ്ഞിട്ട് കാലത്ത് 6 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും വർക്ക്. 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1:30 വരെ. ബാക്കിയുള്ള മെക്കാനിക്ക് അത് കഴിഞ്ഞിട്ടുള്ള ഷിഫ്റ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കൂടുതലും ഈ ടൈമിൽ റമദാൻ കഴിയുന്നത് വരെ
കൂടുതൽ വരുന്ന പുറത്തുനിന്നാണെങ്കിലും വരുന്ന ആൾക്കാർ അതിനനുസരിച്ച് ടൈം അനുസരിച്ചിട്ട് വരിക, ലോങ്ങിൽ നിന്നാണെന്നുണ്ടെങ്കിലും. അതുപോലെ തലേദിവസം കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും, കാലത്ത് നേരത്തെ വർക്ക് ചെയ്യാൻ കറക്റ്റായിരിക്കും. ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം വരാനായിട്ടും. ക്ലച്ച് ഭയങ്കരമായിട്ട് സ്മൂത്തായി. ക്ലച്ച് നേരത്തെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡായിരുന്നു. ഹാർഡ് എന്ന് പറഞ്ഞാൽ ഹെവി ഹാർഡായിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയിട്ടുണ്ട്. ഇപ്പം ക്ലച്ച് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ റിലീസ് ചെയ്യുമ്പോഴും അതിനനുസരിച്ച് നമുക്ക് പോകുന്നുണ്ട്. നേരത്തെ റിലീസ് ചെയ്യുമ്പോൾ ഭയങ്കര ചാട്ടമായിരുന്നു വണ്ടിക്ക്. എന്താ വെച്ചാൽ പ്രഷർ പ്ലേറ്റ് അത്രത്തോളം പോയിട്ടുണ്ട്. വണ്ടി തിരിക്കുമ്പോൾ ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിയറിങ് ആക്കുമ്പോൾ മൗണ്ടിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട്. നമ്മൾ ബെയറിങ് മാറ്റിയതാണ്. എനിക്ക് തോന്നുന്നു ബെയറിങ്ങിൽ ഗ്രീസ് ഇട്ടത് കറക്റ്റായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് എന്തായാലും ഒന്ന് നോക്കണം. സൗണ്ട് ഉണ്ടാകുന്നുണ്ട്, കിർക്ക് 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 എന്ന് പറഞ്ഞ സൗണ്ട് വരുന്നുണ്ട്. ബാക്കി ക്ലച്ചിൻ്റെ ഭാഗം പക്ക ഓക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ജമ്പിങ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. റഫ് റോഡിൽ ഓടിക്കുമ്പോൾ, നേരത്തെ ഈ റോഡിൽ ഓടിക്കുമ്പോൾ വീഡിയോയിൽ തന്നെ നോക്കി അറിയാൻ പറ്റും, ഭയങ്കര വൈബ്രേഷൻ ആയിരുന്നു. ചാടി 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 ചാടിയിട്ടാണ് പോകുന്നത്. ഇപ്പം ആ ഒരു വൈബ്രേഷൻ ഇതിനകത്തില്ല, പക്കയാണ്. അതുപോലെ തന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ റെസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ആ മൗണ്ട്, സ്റ്റഡ് മൗണ്ടിൻ്റെ ബെയറിങ്ങിൻ്റെ ഒരു സൗണ്ട് മാത്രം ഇതിനകത്തുണ്ട്. അതെന്താണെന്നുള്ളതൊന്ന് നോക്കണം. ബാക്കി സസ്പെൻഷൻ്റെ ഭാഗം ഓക്കെയാണ്. പിന്നെ ഡോർ പാഡലുകളുടെ സൗണ്ട് ഉണ്ട്, ഡിക്കിയുടെ സൗണ്ട് ചെറുതായിട്ടുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്യണം. കംപ്ലീറ്റ് ആയിട്ട് ബീഡിങ്ങിൻ്റെ ഒക്കെ ഒരു കറന്നൊരു സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ബീഡിങ്ങിലൊക്കെ ഒരു പൗഡർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഫേസ് പൗഡർ ഉണ്ടല്ലോ, അത് ഡോർ ബീഡിങ്ങിലും അതുപോലെ തന്നെ ഇന്നർ ബീഡിങ്ങിലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പൗഡർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കിർക്ക് 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 എന്നുള്ളൊരു സൗണ്ട് 100-ൽ 90% സോൾവ് ആവും. അല്ലെങ്കിൽ അത് കിറ് 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 നമ്മൾ ഓടിക്കുമ്പോൾ കിറ് കിറ് സൗണ്ട് ഉണ്ടാവും. ഡിക്കിയിൽ നിന്നാണ് കൂടുതൽ ഇപ്പോൾ സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. മെയിനായിട്ട് ചെയ്ത ഭാഗത്തിൽ ഇതായിരിക്കുന്നത് ഷോക്കിൻ്റെ മൗണ്ടിൻ്റെ ബെയറിങ്ങിന് അവിടെയുള്ളൊരു സൗണ്ടാണ്. അത് ക്ലിയർ ചെയ്യാതെ അഴിച്ച് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഗ്രീസ് ഇട്ട് കയറ്റി കഴിഞ്ഞാൽ കറക്റ്റാവും. ഗ്രീസ് ഇട്ടത് കറക്റ്റ് അല്ലാഞ്ഞിട്ടാണ് ആ സൗണ്ട് വരുന്നത്, കിർക്ക് കിർക്ക് കിർക്ക്. പക്ഷെ വണ്ടി ഇപ്പോൾ ഓടിക്കും നല്ലൊരു കംഫർട്ടായി. ആ ഷോക്ക് മാറിയപ്പോൾ തന്നെ വണ്ടി നല്ല കംഫർട്ടായി ഓടിക്കാനായിട്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ. നമ്മൾ ആ ഷോക്കിൻ്റെ സൗണ്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് മൗണ്ടിൻ്റെ മേലെ വരുന്ന ഒരു കവറുണ്ട്, ബോനറ്റ് ഇടുന്നത്, അതിൽ വരുന്ന സൗണ്ടായിരുന്നു. അത് കിടന്ന് വരയുന്ന സൗണ്ടായിരുന്നു, വേറെ ബെയറിങ്ങിൻ്റെ അല്ല. ഇപ്പോൾ സൗണ്ട് കറക്റ്റ് ആയിട്ടുണ്ട്.